ഭാവിയിൽ വരാൻ പോകുന്ന വസ്തുക്കളെ പറ്റിയുള്ള വീഡിയോകൾ നാം കണ്ടിട്ടുണ്ടാവും. അതിലധികവും വാഹനങ്ങളും പലതരം റോബോട്ടുകളും പുതിയ ടെക്നോളജികളുമായിരിക്കും. എന്നാൽ ഇന്ന് നാം പറയാൻ പോകുന്നത് ഭാവിയിൽ നാം കഴിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഭക്ഷണങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓപ്പറ സംഗീതം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. എന്നാൽ ഓപ്പറ ഭക്ഷണമായി ലഭിച്ചാൽ അതൊന്ന് പരീക്ഷിക്കാൻ നാം ആഗ്രഹിക്കും. അത്തരത്തിൽ ബ്രിട്ടീഷുകാർ ഓപ്പറ ഗായകരുടെ ശബ്ദം രുചിയാക്കി മാറ്റുന്ന ഒരു ടെക്നിക് കണ്ടെത്തി. ഗായകർ ഇതിനായി ട്യൂബ് കൊണ്ടുണ്ടാക്കിയ ഒരു സൂട്ട് ധരിക്കും. പാട്ട് പാടുമ്പോൾ ഗായകർ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് ഈ ട്യൂബുകളിലുള്ള മൈക്രോസ്കോപ്പിക് ആൽഗെ കോളനിയിലെത്തും. കാർബൺ ഡയോക്സൈഡും മറ്റു ഫെർട്ടിലൈസേഴ്സും ലഭിക്കുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് വളരാൻ തുടങ്ങും. ഇങ്ങനെ വളരുന്ന ആൽഗകൾക്ക് പ്രത്യേക രുചിയായിരിക്കും. ഗായകർ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡിനോട് പല രീതിയിലാണ് ഇവ പ്രതികരിക്കുന്നത്. ചിലപ്പോൾ ഈ ആൽഗെ മധുരമുള്ളതോ എരിവുള്ളതോ ആവാം. ഗായകർക്ക് മാത്രമല്ല നമുക്കും ഇതുപോലെ ചെയ്ത് നമ്മുടെ ശബ്ദത്തിന്റെ രുചി അറിയാം. പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഭൂമി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇതിന് പരിഹാരമായി സയന്റിസ്റ്റുകൾ പല മാർഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ലണ്ടനിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി കണ്ടെത്തിയതാണ് ഭക്ഷണയോഗ്യമായ പ്ലാസ്റ്റിക് വാട്ടർ കണ്ടെയ്നർ. യഥാർത്ഥത്തിൽ ഇത് ജെലാറ്റിൻ കൊണ്ടുണ്ടാക്കിയ ലിക്വിഡ് ബബിളാണ്. ഇതിന് പ്രത്യേകിച്ച് നിറമോ രുചിയോ ഇല്ല. എന്നാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള നിറമോ രുചിയോ കൂട്ടിച്ചേർക്കാം. ഇത് കഴിക്കുമ്പോൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറും കഴിക്കണമെന്ന് നിർബന്ധമില്ല. ഇനി കഴിച്ചാലും കുഴപ്പമില്ല. ഈ പ്ലാസ്റ്റിക് മനുഷ്യനോ പ്രകൃതിക്കോ ദോഷം ചെയ്യുന്ന ഒന്നല്ല. ഇതിൽ വെള്ളം മാത്രമല്ല, വെള്ളം പോലത്തെ ഏത് ലിക്വിഡും സൂക്ഷിക്കാം. നെതർലാൻഡ്സിലെ കുറച്ച് സയന്റിസ്റ്റുകളാണ് ടെസ്റ്റ് ട്യൂബ് മീറ്റ് എന്ന ആശയം കണ്ടെത്തിയത്. ഈ ടെക്നോളജി ഉപയോഗിച്ച് സാധാ മൃഗകോശത്തെ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ പരിസ്ഥിതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിപ്പിക്കും. ഇതുപോലത്തെ ചെറിയ കോശങ്ങൾക്ക് 8 കോടി ഗ്രാം ബർഗറുകൾക്ക് ആവശ്യമായ ഇറച്ചി നിർമ്മിക്കാൻ സാധിക്കും. ഭാവിയിൽ വരാൻ പോകുന്ന ഭക്ഷ്യക്ഷാമങ്ങൾക്ക് ഇതൊരു പരിഹാരമായേക്കാം. യഥാർത്ഥ ഇറച്ചിയുടെ അത്രയും ടേസ്റ്റ് ഉണ്ടാകില്ല എന്നതാണ് ഇതിന്റെ ആകെയുള്ളൊരു പോരായ്മ. ഡേവിഡ് എഡ്വേർഡ്സ് എന്നൊരു പ്രൊഫസർ ഭക്ഷ്യയോഗ്യമായ നീരാവി സെർവ് ചെയ്യുന്ന ഒരു ഡിവൈസ് ലോകത്തിന് പരിചയപ്പെടുത്തി. ഇത് ചോക്ലേറ്റ് കേക്കിന്റെയോ ടൊമാറ്റോ സൂപ്പിന്റെയോ രുചിയുള്ള ഒരു പ്രത്യേക ദ്രാവക വസ്തുവാണ്. ഈ ദ്രാവകം അൾട്രാസോണിക്കിന്റെ സഹായത്തോടെ നീരാവിയാക്കി മാറ്റും. ഇതിനുശേഷം ഒരു ചെറിയ ഗ്ലാസ് ട്യൂബിലൂടെ ഈ നീരാവി നമുക്ക് ഭക്ഷിക്കാം. സാധാരണ ഭക്ഷണത്തിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുമെന്നാണ് ഇത് രുചിച്ചവർ പറയുന്നത്. ഇൻസെക്ട്സിനെ ഭക്ഷണമാക്കി ഉപയോഗിക്കുന്നത് ഒരു പുതിയ ആശയമൊന്നുമല്ല. ഈ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമാവണമെന്നുമില്ല. പക്ഷേ പോഷകങ്ങളുടെ കാര്യത്തിൽ ഇറച്ചിക്ക് തുല്യമാണ് ഇൻസെക്ട്സും. ഉദാഹരണത്തിന് ക്രിക്കറ്റ്സിലും പുൽച്ചാടിയിലും ഒരു ഇറച്ചി കഷ്ണത്തിലുള്ള അത്രയും പ്രോട്ടീൻ ഉണ്ട്. അതുകൂടാതെ ഈ ജീവികളെ വളർത്താൻ കുറച്ച് സ്ഥലവും പണവും മതി. ഇതുകൊണ്ടാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഭക്ഷ്യക്ഷാമത്തിന് ഇൻസെക്ട്സ് ഫുഡ് ഒരു പരിഹാരമായി എല്ലാവരും കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് ഭക്ഷണമാണ് കൂടുതൽ അതിശയം തോന്നിയതെന്ന് താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.